ഇത് ഏതായാലും നന്നായി. ഇങ്ങനൊരു നിയമം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വീടുകളിൽ അച്ഛനും ആൺകുട്ടികളും ചിലപ്പോൾ ഒരുപാട് നേർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. ഒരു സമയത്ത് അടുപ്പിച്ചെന്ന് വെച്ചാൽ വൈകുന്നേരം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഒരു 5 മണി അല്ലെങ്കിൽ 5:30 മുതൽ അങ്ങോട്ട് തുടങ്ങും. ഇത് പാരിജാതം ചന്ദനമയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സീരിയലുകൾ. അത് മാത്രമല്ല, എന്താ പറയുക, ഒന്ന് തീർന്നാൽ നമ്മൾ വിചാരിക്കുക കഴിഞ്ഞു, എന്നിട്ട് അടുത്ത നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ എന്തെങ്കിലും കളിയോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണാലോ വിചാരിച്ചാൽ നമ്മൾ അങ്ങോട്ട് റിമോട്ട് എടുത്ത് മാറ്റാൻ നോക്കുന്ന സമയത്തേക്ക് ഒന്നും മാറ്റില്ല അടുത്തുണ്ട്, അതിപ്പോൾ വരുന്നുണ്ട്, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും, അതായത് ആൺകുട്ടികളായാലും അച്ഛനായാലും ആ സീരിയലുകൾ കഴിയുന്നവരെ ഇപ്പോൾ ഒരു 7 മണിക്ക് തുടങ്ങുന്ന സീരിയലാണെങ്കിൽ 7, 8, 9, 10 ആ ഒരു 10 മണി വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 3-4 സീരിയൽ ആ വീട്ടിലെ മുഴുവൻ ആളുകൾ ഇരുന്ന് കാണേണ്ട ഒരു അവസ്ഥ. കാരണം സംഭവം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തീർക്കാവുന്ന ഒരു കഥയായിരിക്കും. ആ ഒരു സംഭവം വലിച്ചു നീട്ടി അങ്ങനെ പ്രഗ്നൻ്റ് ഒക്കെ ആയുള്ള ഒരു സീനൊക്കെ ആണെങ്കിൽ അത് ഡെലിവറി ആണെങ്കിൽ മിനിമം 2 വർഷം തന്നെ എടുക്കും. ആ കോലത്തിലാണ് ആ വലിച്ചു നീട്ടിക്കൊണ്ട് പോവുക. ഇത്രയും വെറുപ്പിക്കുന്ന പരിപാടി വേറല്ല അല്ലേ? എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും അവിടെ ഒരു ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ എന്തെങ്കിലും കളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ആ ഒരു സമയത്ത് അത് കാണണമെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ്. അത് കാണുന്ന സമയത്ത് അവർക്ക് ഉണ്ടെന്ന് ഒന്ന് വെക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുപ്പിക്കില്ലേ. പല വീടുകളും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. കാലക്കടന്ന് ഒരു ദിവസം ക്രിക്കറ്റോ ഫുട്ബോൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തന്നെ പിറ്റേന്ന്, അതായത് വീണ്ടും അത് ഒരു സംരക്ഷണം ചെയ്യുമല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും അതിൻ്റെ പുറകിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ അവസ്ഥകളാണ് പല വീടുകളുണ്ടായത്. എന്തായാലും ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരട്ടെ, പല ആളുകൾക്കും എന്തായാലും ഒരു സമാധാനമായിട്ട് ഒന്ന് TV കാണാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് വിചാരിക്കുന്നു.